പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോഴത്തെ ഡൽഹി സ്ഫോടനം, ഇതൊക്കെ സമയത്ത് നമ്മൾ തുർക്കി എങ്ങനെ നോട്ടായിട്ട് വെച്ചേക്കാണ്. എന്നാലും നിന്റെ പള്ളക്ക് നമ്മളുടെ ഒരു കത്തി ഇറങ്ങും, അത് തീരുമാനിച്ചിരിക്കുന്നതാണ്. തുർക്കി ചെയ്യുന്നത് അത്രമാത്രം നീചമായ കാര്യങ്ങളാണ്. ഇന്ത്യയെ തകർക്കാനായി മുസ്ലിം രാജ്യങ്ങളെ മൊത്തം കൂട്ടുപിടിച്ച് അതിന്റെ അപ്പോസ്റ്റലാവാൻ വേണ്ടി തുർക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ ഗ്രീസിനെയൊക്കെ തുർക്കി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ഗ്രീസിനെ സഹായിക്കാനുള്ള ആയുധങ്ങളൊക്കെ നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോ പുതിയൊരു ചാര സംഘടന വരുന്നുണ്ട്. ഇത് തുർക്കിയെ മാത്രമല്ല പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലെ ഇപ്പൊ ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയൊക്കെ ചാര സംഘടനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം, ഇന്ത്യ സഹായിച്ച ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ചാര സംഘടന, അതിന്റെ മേധാവി, അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ലോകം ചർച്ച ചെയ്യുന്നത്. ഇവർ മൂന്നുപേരും ഇവിടെ ഒന്നിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഏതാണ് ആ മൂന്നാമത്തെ രാജ്യം? അതിന്റെ തലവൻ ആരാണ്? മറ്റ് രണ്ട് രാജ്യങ്ങളുടെ തലവന്മാരെ കൂടി പറഞ്ഞു പോകണം, കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. നാഷണൽ ഇന്റലിജൻസ് സർവീസ്, NIS, അത് ഗ്രീസിന്റെ ചാര സംഘടനയാണ്. NIS. അതിന്റെ പേര് ഇത്തിരി പ്രയാസകരമാണ്, നമ്മുടെ ഉച്ചാരണത്തിൽ വഴങ്ങുമെന്ന് തോന്നുന്നില്ല. തെമിസ്റ്റോക്ലിസ് ഡെനിസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ, അതായത് NIS-ന്റെ സംഘടനയുടെ മേധാവിയുടെ പേര്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഡേവിഡ് ബെർണിയ എന്ന് പറയുന്നത് മൊസാദിന്റെയാണ്. ഇതുകൂടാതെ നമ്മുടെ ഇന്ത്യയുടെ റോയുടെ പരാഗ് ജെയിൻ, ഇവര് മൂന്ന് പേരും കൂടെ, അതായത് NIS, റോ, മൊസാദ്, ഈ മൂന്ന് സംഘടനകളുടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനം എടുത്തു ഓൾറെഡി. അതിന്റെ കാരണം ടാർഗറ്റ് ചെയ്യുന്നത് തുർക്കിയെയാണ്, പാകിസ്ഥാനെയാണ്. അപ്പോ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് കനത്ത ഭീഷണികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അപ്പൊ നമ്മൾ ആലോചിക്കുന്ന ഗ്രീസിന് എന്താ പ്രശ്നം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഗ്രീസ് ചിത്രത്തിലില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, തുർക്കി എന്ന് പറയുമ്പോൾ നോർമലി ഇസ്രയേല്, പാകിസ്ഥാൻ, തുർക്കി വരുന്നുണ്ട്. ഓക്കെ, ഇതിന് പ്രത്യേകമായ കാരണമുണ്ട്. എന്നാൽ ഈ ഗ്രീസ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീസ് സ്വാഭാവികമായിട്ടും തുർക്കിയുടെ പീഡനങ്ങൾ ഇപ്പോഴും ഏറ്റുവാങ്ങുന്ന ഒരു പ്രദേശമാണ്. അതായത് സൈപ്രസ് എന്ന് പറഞ്ഞ ഒരു രാജ്യം 1974 ഈ തുർക്കി പിടിച്ചെടുത്ത് ഗ്രീസിന്റെ സംസ്കാരമുള്ള സൈപ്രൈറ്റുകൾ എന്നാണ് പറയുന്നത്. അവര് ഗ്രീസിന്റെ ഭാഗമായി നിന്ന പ്രദേശമാണ്. തുർക്കി പിടിച്ചെടുത്തിട്ട് അവിടെ ഈ രണ്ട് വിഭാഗമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് അവസാനം ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെട്ട് യുദ്ധവിരാമം വരുത്തി. സൈപ്രസിന്റെ പകുതി ഭാഗം തുർക്കി പിടിച്ചെടുത്തിട്ട് അതിനെ ഇസ്ലാമികവൽക്കരിച്ചു. എന്നിട്ട് പക്ഷെ സൈപ്രസിസ്റ്റുകളുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രീസിന്റെ ആവശ്യം, ഇതൊരു മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു സംസ്കാരമാണ്. അതായത് ഏറ്റവും പഴയൊരു സംസ്കാരമാണ് ഗ്രീസിൻ്റെത്. ഭാരത സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ പഴക്കമുള്ള സംസ്കാരങ്ങളിൽ ഒന്നാണ്, ചൈനീസ് സംസ്കാരം പോലെ പഴക്കമുള്ള സംസ്കാരങ്ങളിൽ ഒന്നാണ് ഗ്രീസിൻ്റെത്. ആ സംസ്കാരത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് തുർക്കിയാണ്. അപ്പൊ തുർക്കിയെ അവർക്ക് ഒറ്റക്ക് നേരിടാൻ പറ്റുകയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാറ്റോ എന്ന് പറയുന്ന രാജ്യത്തിലെ അംഗമാണ്. ഈ നാറ്റോ എന്ന രാജ്യത്തിലെ അംഗമാണ് എന്നതിനപ്പുറമുള്ള മറ്റൊരു ഭീതികരമായ കാര്യം, US കഴിഞ്ഞാൽ നാറ്റോയിലെ ഏറ്റവും കൂടുതൽ മിലിറ്ററി പവറുള്ള രാജ്യം, മിലിറ്ററി സ്ട്രെങ്ത് ഉള്ള രാജ്യം തുർക്കിയാണ്. അപ്പൊ ആ തുർക്കിയെ ചെറിയൊരു ദ്വീപരാഷ്ട്രമായ ഗ്രീസിന് നേരിടാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഗ്രീസിൽ നിന്നുകൊണ്ട് ഇത്തരം നിരന്തരമായിട്ട് ഗ്രീസിനെതിരെയുള്ള സൈപ്രസിന്റെ ഒരു ഭാഗം നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഇവർ തുടരുകയാണ്. ഇതിന്റെ കാരണം, അവരെവിടെ നിന്ന് വിട്ടുപോകാത്തതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീസിന്റെ ഈ ഓയിലും അതേപോലെ തന്നെ മറ്റു മിനറൽസും കിടക്കുന്നത് സൈപ്രസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ഓയിൽ ഖനനത്തിനും അതേപോലെ തന്നെ പ്രകൃതിവാദത്തിനും ധാരാളം നിക്ഷേപമുണ്ട്. ഇത് രണ്ടും തുർക്കിക്ക് കൈവശപ്പെടുത്തണം എന്നതുകൊണ്ട് ഈ സൈപ്രസിന്റെ പിടിച്ചെടുത്ത ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകാതിരിക്കാൻ അവിടെ മതപരമായ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ കാര്യം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ഉറപ്പായിട്ടും തുർക്കി വന്ന് ഇടപെടുന്നുണ്ട്. നമ്മൾ കണ്ടതാണല്ലോ പല സന്ദർഭത്തിൽ. ഇതേപോലെ തന്നെ ഇസ്രയേലും ഇറാനുമായിട്ട് പ്രശ്നമുണ്ടായാലും, ഇസ്രയേലും മറ്റേത് രാജ്യമായിട്ട് പ്രശ്നമുണ്ടായാലും തുർക്കി അവിടെ വന്ന് ഇടപെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുർക്കി ഇടപെടുന്നത്? തുർക്കിയുടെ കയ്യിൽ സമ്പത്തുമുണ്ട്, ആയുധവുമുണ്ട്. ഇത് മാത്രമല്ല, പഴയ ഓട്ടോമൻ സിംഹാസനം പിടിച്ചെടുക്കണമെന്ന ആഗ്രഹം, അതൊരു വലിയ
ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അവർ തേരോട്ടം നടത്തി കൊന്നൊടുക്കി കൊള്ളയടിച്ച ഒരു സംസ്കാരമാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെത്. അതിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ജനാധിപത്യ ക്രമത്തിൽ ജീവിക്കുന്ന യൂറോപ്യന്മാർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ യൂറോപ്യന്മാർ അങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇസ്രയേലിനെതിരെ മതപരമായ ഒരു വിവേചനം വെച്ചുകൊണ്ട് ഇവരിത് ഈ തുർക്കിയുടെ നിരന്തരമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പൊ തുർക്കിയെ തീർക്കണമെങ്കിൽ, തുർക്കിയെ ഇല്ലാതാക്കണമെങ്കിൽ, തുർക്കിയെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ തുർക്കിക്കെതിരെയുള്ള അതിശക്തമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ സൈപ്രസിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന NISന്റെയും കൂടെ സഹായത്തോടു കൂടി തുർക്കിക്ക് എവിടെയൊക്കെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അവിടെയെല്ലാം തുർക്കിയെ വളഞ്ഞു പിടിച്ച് അവരുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ച് അവർക്കെതിരെ പ്രതിരോധ സംവിധാനം തീർക്കുക എന്നുള്ളതാണ് ഈ രാജ്യങ്ങളുടെ ചുമതല. കാരണം തുർക്കി ഭീകര സംവിധാനങ്ങൾക്ക് ധാരാളമായിട്ട് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഫണ്ടിങ് പാകിസ്ഥാൻ ഇപ്പൊ ഫണ്ടിങ് കൊടുക്കാനായിട്ടുള്ള സംവിധാനമില്ല. അപ്പൊ തുർക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുർക്കിയുടെയിലുള്ള ഫണ്ട് പാകിസ്ഥാനിലേക്ക് കൊടുത്തിട്ട് പാകിസ്ഥാൻ വഴിയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കൂടാതെ വിധ്വംസക ശക്തികളെ, തീവ്രവാദികളെ പാകിസ്ഥാനിൽ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും അവരെ അവിടെ താമസിപ്പിക്കുകയും ഓപ്പറേഷൻസിന് തയ്യാറാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഭീമമായ ആയുധങ്ങൾക്കും ഭക്ഷണങ്ങൾക്കും അവരുടെ താമസത്തിനുള്ള എല്ലാ ചിലവുകളും വഹിക്കുന്നത് തുർക്കിയാണ്. അപ്പൊ ഈ പാകിസ്ഥാന്റെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ശക്തി ആരൊക്കെയാണ് നേരിട്ട് അനുഭവിക്കുന്നത്? ഇന്ത്യയും, പിന്നെ അത് കഴിഞ്ഞാൽ കുറെ ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളുമുണ്ട്. ഒപ്പം ഗ്രീസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗ്രീസിലേക്ക് പാക് ചാവേറുകളെ അയക്കാനായിട്ട് തുർക്കി പ്ലാൻ എടുത്തു. അപ്പോൾ ഗ്രീസ് സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിലേക്ക് അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്ന അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ നമ്മുടെ രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാകിസ്ഥാന് ആയുധം കൊടുത്തതിന് ശേഷമാണ് 83-ലാണ് ഇന്ദിരാഗാന്ധി അവസാനമായിട്ട് ഈ ഗ്രീസ് സന്ദർശിക്കുന്നത്. അപ്പോൾ ഏകദേശം 40 വർഷം കഴിഞ്ഞു. 40 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി. അവിടെ പോയതിനു ശേഷം ധാരാളം കരാറുകൾ ഒപ്പിട്ടു. ആ കരാറുകളെല്ലാം ഒപ്പിട്ടത് അതായത് 2030 ഇപ്പോൾ 26-ലേക്ക് നമ്മൾ പോവുകയാണ്. 30 ഗ്രീസുമായിട്ടുള്ള വ്യാപാരം നേരെ ഇരട്ടിയാക്കുന്നു. അതോടൊപ്പം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള മാർഗങ്ങൾ ആരായുന്നുണ്ട്, അതിന് ചർച്ച നടക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, ഇന്ത്യയുടെ അതിനൂതനമായ ആയുധങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഗ്രീസിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. ഗ്രീസ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ചർച്ചകളുണ്ട്. ഈ കാര്യങ്ങളിൽ ആണ് ഇപ്പോൾ ഈ 3 ചാരസംഘടനകളും ഒന്നിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 ചാരസംഘടനകൾ എന്ന് പറയുന്നത് 3 നല്ല പവർഫുൾ ആയിട്ടുള്ള ചാരസംഘടനകളാണ്. റോയ് ആയാലും മൊസാദ് ആയാലും ഇപ്പോൾ INS ആയാലും. അപ്പോൾ ഇവർ 3 കൂടെ ഒന്നിക്കുമ്പോൾ ഈ തുർക്കിയുടെ കാര്യം നമുക്കറിയാം. തുർക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ 350ഓളം ഡ്രോണുകളാണ്. ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ, മികച്ച ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് തുർക്കിയാണ്. ഈ തുർക്കിയിലെ എർദോഗന്റെ മരുമകന് ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ തുർക്കി ഡ്രോണുകൾക്ക് വലിയ മാർക്കറ്റും ഉണ്ട്. പക്ഷെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുർക്കി ഡ്രോണുകളെന്ന് ഇപ്പോൾ വലിയ ഇതില്ല. കാരണം നമ്മളിവിടെ അതിനെ 350 എണ്ണം അയച്ചു പാകിസ്ഥാൻ. തുർക്കി ഡ്രോണുകൾ 350 നമ്മൾ തീർത്തു എന്നാണ് പറയുന്നത്. അതിലെ 2-3 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മൾ സാങ്കേതിക വിദ്യ നമ്മൾ മനസ്സിലാക്കി തിരിച്ചവന് അവൻ അയച്ച അതേ രീതിയിൽ പണി കൊടുക്കാൻ നമ്മൾ മുതിരുന്നു എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല ഈ തുർക്കി നമ്മളുമായിട്ട് കളിച്ചതിന് ശേഷം തുർക്കിക്ക് സാമ്പത്തികമായി ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ആപ്പിളുകൾ വേണ്ട എന്ന് വ്യാപാരികൾ വെക്കുന്നു. അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് അത് മാത്രമല്ല ഈ നമ്മുടെ ടൂറിസം തുർക്കിയിൽ ഇസ്താംബുളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. അവിടെയൊന്നും പോണ്ട എന്നുള്ള തീരുമാനം ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. നമ്മളെ ആക്രമിക്കാൻ സഹായിച്ച ഒരു രാജ്യത്തെ ഉള്ള ഇത് നമുക്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്നത്. അപ്പൊ തുർക്കിയെ മൊത്തത്തിൽ ഇന്ത്യ ഒരു പരിവാക്കി വച്ചിട്ടുണ്ട്. ഇപ്പോ അർമേനിയയിലും അർമേനിയ, സർപ്പസ്, ഗ്രീസ് 3 പോയി ഇന്ത്യ ആയുധ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ബ്രഹ്മോസ് അടക്കമുള്ള നമ്മുടെ ആയുധങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ നൽകാമെന്നുള്ള കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം നോക്കുമ്പം 4 വശത്ത് നിന്ന് ഇനി ഇവൻ ഒരു ഡ്രോൺ വലിക്കുമ്പോൾ തന്നെ 4 വശത്തു നിന്ന് വരാനുള്ള എല്ലാം ഇന്ത്യ ഒരുക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഈ പാകിസ്ഥാനും ഈ മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവര് ഈ ഹിന്ദു ഇപ്പൊ ബംഗ്ലാദേശിൽ തന്നെ ന്യൂനപക്ഷങ്ങൾ കിടന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ ഒരു ഒരു രാജ്യം ഇപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭയങ്കരമായ ദുരിതം അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
ഉണ്ടാകുമായിരിക്കാം, 1-2 സ്ഥലങ്ങളിൽ ഉണ്ടാകുമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവിടെ ന്യൂനപക്ഷങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തുർക്കിയൊക്കെ ഇത്തരത്തിൽ നമ്മുടെ മേലിൽ കയറാൻ വന്ന ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടനുസരിച്ച് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ പാകിസ്ഥാനോ തുർക്കിക്കോ മറ്റു രാജ്യങ്ങൾക്ക് കഴിയില്ല. ഇനി വേറെ ഏതെങ്കിലും സർക്കാരുകൾ വന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകും എന്നുള്ളത് അല്ല, ആ ഒരു കാര്യം മുന്നിൽ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് തുർക്കിയെ നമ്മൾ ഭയപ്പെടാൻ, അതായത് നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ, ഇസ്രയേൽ ഉൾപ്പെടെ ശ്രദ്ധിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത്, തുർക്കി യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന് പലതവണയായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഈ ഗ്രീസിനോട് കാണിക്കുന്ന ഈ അനീതി, അതായത് ആ ഭൂപ്രദേശം സൈപ്രസ് കൈയടക്കി വെച്ചിരിക്കുന്ന നിന്ന് ഒഴിയണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ് അവരെ ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിൽ, യൂറോപ്പിൻ്റെ തുർക്കിയുടെ പകുതി ഭാഗം യൂറോപ്പിൽ കിടക്കുന്നതാണല്ലോ, ആ രീതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾക്ക് അവരെ പ്രതിരോധിച്ചേ പറ്റുള്ളൂ. കാരണം വേറെ ഉൾപ്പെടെയുള്ള എല്ലാ പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് അത് ആവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.